നാലാമതായി, യേശുവിന്റെ രക്തം നമ്മെ സാങ്ക്ടിഫൈ ചെയ്യുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞത് നമ്മുടെ അഴുക്ക് മാറ്റുന്നു എന്നതാണ്. അഴുക്ക് മാറ്റുന്നു എന്നതുകൊണ്ട് നമ്മൾ വിശുദ്ധരായി എന്നർത്ഥമില്ല. അഴുക്ക് മാറ്റിയാൽ മാത്രം പോരാ, നമ്മൾ വിശുദ്ധരാവുക കൂടി ചെയ്യണം. സാങ്ക്ടിഫിക്കേഷൻ വേണം. ക്ലെൻസിങ് മാത്രം പോരാ. ഒന്ന് ക്ലെൻസിങ് ആണ്, കൈയൊക്കെ കഴുകി, ഓക്കെ ശരി, പോരാ. നമ്മൾ വിശുദ്ധരാക്കപ്പെടണം എന്ന് പറഞ്ഞാൽ നന്മകൾ കൊണ്ട് നിറയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. കുളിച്ചാ മാത്രം പോരാ, നല്ല ഡ്രസ് എടുക്കണം അല്ലെ, ആഭരണങ്ങളൊക്കെ ഇടണം, മേക്കപ്പ് ഒക്കെ ഇടണം, നന്മകൾ കൊണ്ട് നിറയണം. പ്രിയപ്പെട്ടവരെ, വചനഭാഗം ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10:10. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10:10 ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് യോഹന്നാൻ 1:7 നമ്മൾ വായിച്ചു. ഇവിടെ ഹെബ്രായർ 10:10 നമ്മൾ വായിക്കുകയാണ് വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വീയുടെ വ്യത്യാസമുള്ളൂ. മറ്റേത് ശുദ്ധീകരിക്കപ്പെടുക, ഇത് വിശുദ്ധീകരിക്കപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ അഗസ്തീനോസിന്റെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ വിശുദ്ധീകരണത്തിന്റെ ഉത്തമമായ ഉദാഹരണമാണ് അഗസ്തീനോസിന്റെ കഥ. അഗസ്തീനോസ് പ്രലോഭനങ്ങളിലെ, പാപങ്ങളിലെ, ജഡികാസക്തികളിലൊക്കെ ജീവിച്ച മനുഷ്യൻ ഒടുവിൽ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഭാപണ്ഡിതനായ ഒന്നാമനായ വിശുദ്ധന്മാരിൽ ഒരാളായി വിശുദ്ധ അഗസ്റ്റിൻ മാറി. അത് വിശുദ്ധീകരണമാണ്. നീ പാപങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ട് ഒരു സാധാരണ മനുഷ്യനായി, നല്ലൊരു മനുഷ്യനായി ജീവിച്ചാ പോരാ, നീ വിശുദ്ധനാകണം. വിശുദ്ധനാകുന്നതിന് നമ്മെ സഹായിക്കുന്ന രക്തമാണ് ഈശോയുടെ തിരുരക്തം. കൈയടിച്ച് കർത്താവിന് നന്ദി.